തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തുടങ്ങിവെച്ച കാളിയൂട്ടിലൂടെ പ്രശസ്തമായ ക്ഷേത്രം. മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ ആനയെ നടക്കിരുത്തിയ ക്ഷേത്രം. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 3 മഹോത്സവങ്ങൾ നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന്. അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴിൽ സ്ഥിതി ചെയ്യുന്ന ശാർക്കര ദേവി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. 7 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ മഹാക്ഷേത്രം ഒന്ന് കാണേണ്ടതു തന്നെയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തുടങ്ങിവെച്ചതാണ് ഇവിടുത്തെ കാളിയൂട്ട് മഹോത്സവം. കൊറോണ കാലത്ത് പോലും മുടക്കമില്ലാതെ തുടർന്നു പോകുന്ന ഒരു ആചാരമാണ് ഇവിടുത്തെ കാളിയൂട്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം യുദ്ധത്തിന് പോകുന്ന വഴിക്ക് ഈ ക്ഷേത്രത്തിൽ ഇറങ്ങിയെന്നും യുദ്ധം ജയിക്കുകയാണെങ്കിൽ ദേവിക്ക് കാളിയൂട്ട് സമർപ്പിക്കാമെന്ന് നേർച്ച നേർന്നും എന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ യുദ്ധം ജയിച്ച രാജാവ് 1748 തുടങ്ങിവെച്ചതാണ് ഇവിടുത്തെ കാളിയൂട്ട്. ഭദ്രകാളി വടക്കോട്ട് ദർശനം നൽകുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശാർക്കര ദേവി ക്ഷേത്രം. 2 നിലകളുള്ള ചതുരാകൃതിയിലുള്ള ഒരു നിർമ്മിതിയാണ് ശ്രീകോവിൽ. 2ാം നിലയിൽ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, മഹാവിഷ്ണു, ദുർഗാദേവി, മറ്റ് നിരവധി ദേവതകൾ എന്നിവരുടെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും തണൽ വീഴ്ത്തുന്ന ആൽമരങ്ങളും 4 മൂലയിലും കളിത്തട്ടുകളും വലിയ നടപ്പന്തലും സ്വർണ്ണധ്വജവും ബലിക്കൽ പുരയും നാലമ്പലവും വേലപ്പന്തലും ഒക്കെയുണ്ട്. മഹാ ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് എന്ന് പറഞ്ഞല്ലോ. കുംഭമാസത്തിൽ നടക്കുന്ന പൊങ്കാലയാണ് അതിലൊന്ന്. 2ാമത്തെ പ്രധാന ഉത്സവം കാളിയൂട്ടാണ്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് കാളിയൂട്ട് ഉത്സവം നടക്കുന്നത്. ആദ്യ വിളവെടുപ്പിൻ്റെ ഫലം ദേവിക്ക് സമർപ്പിക്കുന്നതും ഈ കാളിയൂട്ടിൻ്റെ ഭാഗമാണ്. കാളിയുടെ ഉത്ഭവവും കാളിയും ദാരികനും തമ്മിലുള്ള വൈരാഗ്യവുമായി ബന്ധപ്പെട്ട കഥയുടെ നാടകീയമായ അവതരണവും ഈ ഉത്സവത്തിൽ ഉൾപ്പെടുന്നു. 3ാമത്തെ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മീനഭരണിയാണ്. മീനമാസത്തിലെ പൂരാടം നാളിൽ കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന മീനഭരണി മഹോത്സവം വലിയ രീതിയിൽ വിവിധ കലാപരിപാടിയോടുകൂടിയാണ് നടത്തപ്പെടുന്നത്. 9ാം ദിവസം 22 കരക്കാരുടെ ഉരുൾ മഹോത്സവം ഉണ്ടായിരിക്കും. 10ാം ദിവസം രാവിലെ മുതൽ ഗരുഡൻ തൂക്കവും വൈകിട്ട് ദേവിയുടെ ആറാട്ട് ഘോഷയാത്രയും കഴിഞ്ഞ് കൊടിയിറക്കി ഉത്സവം അവസാനിക്കുന്നു. ഈ ഉത്സവമാണ് പ്രസിദ്ധമായ ശാർക്കര ഭരണി എന്നറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഈ നാട് ജനവാസം കുറഞ്ഞ പ്രദേശമായിരുന്നു. അക്കാലത്ത് അമ്പലപ്പുഴ ഭാഗത്തു നിന്ന് വന്ന ഏതാനും ശർക്കര വ്യാപാരികൾ ഇവിടെയുണ്ടായിരുന്നു. വഴിയമ്പലത്തിൽ വിശ്രമിച്ച് ക്ഷീണമകറ്റിയ ശേഷം ശർക്കര കുടങ്ങളും എടുത്ത് അവർ യാത്ര തുടരാൻ ഒരുങ്ങവേ കുടങ്ങളിലൊന്ന് ഇളകാതെയായി. അവർ ബലം പ്രയോഗിച്ച് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ കുടം പിളർന്ന് ശർക്കര ഒഴുകുകയും അതിലൊരു വിഗ്രഹം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. വഴിയമ്പലം വൃത്തിയാക്കാനെത്തിയ ഒരു വൃദ്ധ ഇത് കാണുകയും നാട്ടിലെ പ്രധാനിയെ വിവരമറിയിക്കുകയും ചെയ്തു. പിന്നീട് അവർ ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ശർക്കര കുടത്തിൽ നിന്നും ഉയർക്കൊണ്ട ദേവി ശാർക്കര ദേവി. വില്ലുമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിനടുത്തുള്ള ഒരു മഠത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു ബാലികയെ കാണാതായി. വീട്ടുകാർ അന്വേഷണത്തിലായി. അപ്പോഴാണ് സ്വാമിയാർ അവിടെ എത്തിയത്. കുട്ടി ശർക്കര കുടത്തിൽ ഒളിച്ചതാണെന്നും പറഞ്ഞ് വില്ലുമംഗലം സ്വാമിയാർ അവരെ സമാധാനിപ്പിച്ചു. അതുകൊണ്ടാണ് വ്യാപാരികളുടെ കുടം ഉറച്ചുപോയതെന്നും അദ്ദേഹം പറഞ്ഞു. ഐതിഹ്യങ്ങൾ എന്തൊക്കെയായാലും നിരവധി ആളുകളുടെ ആശ്രയമായി വാണരുളുകയാണ് ശാർക്കര ദേവി. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.